വിചാരണ കോടതിയിൽ നിന്ന് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇപ്പോൾ ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ എന്തോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടാണോ ആശുപത്രിയിലേക്ക് മാറ്റിയത്, അതോ പതിവ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള വൈദ്യപരിശോധനയായിരുന്നോ? എന്താണ് വിധിയുടെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നാളുകളായി ഈ കേസിൽ ഗ്രീഷ്മ ജാമ്യത്തിലാണ്. ഇന്ന് ശിക്ഷാവിധിക്ക് കേൾക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് സാധാരണ നടപടിക്രമം എന്ന നിലയ്ക്ക് വൈദ്യപരിശോധന പൂർത്തിയാക്കി പിന്നീട് അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമല്ല. പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വൈദ്യപരിശോധന എന്നത് ജയിലിലേക്ക് മാറ്റുന്നതിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. അവർ അതായത് ജാമ്യത്തിലായിരുന്നു എന്നുള്ളതുകൊണ്ട് വീണ്ടും ജയിലിലേക്ക് അയക്കുന്നു. കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ നടപടിക്രമം അനുസരിച്ച് ജയിലിലേക്ക് മാറ്റും. ഇനി നാളെ ശിക്ഷാവിധിക്ക് വേണ്ടി വീണ്ടും കോടതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം പിന്നെയും ജയിലിലേക്ക് തന്നെ തിരികെ അയക്കും. അതായത് ഈ കേസിൽ സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറെ അപൂർവതകളും സവിശേഷതകളും മനുഷ്യ മനസാക്ഷിയാകെ ഞെട്ടിച്ചതുമായ ക്രൂരമായ ഒരു കൊലപാതകം എന്നതാണ്. കാമുകനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂമുഖത്ത് തന്നെ തുടച്ചു നിൽക്കുക, അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. അത് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലക്കിയാണ് കുറ്റകൃത്യം ചെയ്തത്, കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. അതിനുവേണ്ടിയും ഈ കേസ് ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ കേസിന്റെ ലൊക്കേഷൻ, പ്ലേസ് ഓഫ് ഒക്യുറൻസ് പോലും സ്റ്റേറ്റിന് പുറത്താണ്, തമിഴ്നാട്ടിലാണെന്നൊക്കെ വാദിച്ച് അന്വേഷണത്തെ വഴിതിരിക്കാൻ പ്രതിഭാഗം പല ഘട്ടങ്ങളിലായി ശ്രമിച്ചു. ഒപ്പം നേരിട്ടുള്ള തെളിവുകൾ, അത് നേരിട്ടുള്ള ദൃക്സാക്ഷി ഇല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചു. ആത്മഹത്യാ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഗ്രീഷ്മ സ്വയം കഴിക്കാൻ തയ്യാറാക്കിയതാണ് ഈ കഷായത്തിൽ വിഷം കലക്കിയത്, അതുകൊണ്ടാണ് എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കോടതിയിൽ നിന്നില്ല. അതുകൊണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ ഒഴികെ വലിയ നേട്ടം ഉണ്ടാക്കാനായി. കാരണം മുഖ്യപ്രതിക്കെതിരെ പ്രധാന കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു. അതായത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള പ്രധാന കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വളരെ കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാകുമെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. പക്ഷേ റയറസ്റ്റ് ഓഫ് ദ റയർ, അപൂർവങ്ങളിൽ അപൂർവം എന്ന് തെളിഞ്ഞു എന്ന് വന്നാൽ മാത്രമായിരിക്കും ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് പോവുക. ആ ശിക്ഷാവിധി എന്ത് എന്ന് നാളെ അറിയാം. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാന നേട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ 2 അറ്റംപ്റ്റുകൾ തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടി നടത്തി. ആദ്യഘട്ടത്തിൽ ജ്യൂസിൽ പാരാസെറ്റമോൾ കലക്കി കൊടുത്ത് കൊല നടത്താനുള്ള ആസൂത്രണമാണ് നടത്തിയത്. അതും സ്നേഹമൊക്കെ ഭാവിച്ച് വിളിച്ചു വരുത്തി ആസൂത്രണത്തോടുകൂടിയായിരുന്നു. രണ്ടാം പ്രതി അമ്മയാണ്, സിന്ധു, അതായത് ഗ്രീഷ്മയുടെ അമ്മയാണ് രണ്ടാം പ്രതി. പക്ഷേ സംശയത്തിന് ആനുകൂല്യം ലഭ്യമായി, അവരെ വെറുതെ വിട്ടു. മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിക്കൽ കുറ്റം തെളിഞ്ഞു. രണ്ടുപേർക്കും എതിരെയുള്ള ശിക്ഷാവിധിയും നാളെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് വിചാരണ കോടതിയിൽ നിന്ന്.